ഹലോ ട്രേഡേഴ്സ്, അപ്പോൾ നമ്മുടെ ബിറ്റ് കോയിൻ ആപ്പിൽ നിന്ന് എങ്ങനെ ബിറ്റ് കോയിൻ വിഡ്രോ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ ബിറ്റ് കോയിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. സത്യം പറഞ്ഞാൽ വേറെ കുറേ വർക്കും കാര്യങ്ങളും ബിസിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിവാർഡ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ എൻ്റെ റിവാർഡ് കോൺട്രാക്ട് മാത്രമാണ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ ഒട്ടും ഇതിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിതിലിപ്പോൾ വാലറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് 0.4039 ബിറ്റ് കോയിൻ ആണ് കറന്റ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പലതരം മെത്തേഡുകളുണ്ട് വിഡ്രോ ചെയ്യാനായിട്ട്. ബിറ്റ് കോയിൻ ലൈറ്റ്നിങ് ഉണ്ട്, ബിറ്റ് കോയിൻ്റെ നമ്മുടെ BP20 BEP20, അതായത് നമ്മുടെ ബൈനാൻസ് സ്മാർട്ട് ചെയിനിൻ്റെ വഴിയിലുണ്ട്. പിന്നെ തൊട്ട് താഴെ ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ഞാൻ എപ്പോഴും ഇതിൽ റെക്കമെൻഡ് ചെയ്യുക നമ്മുടെ BP20 വിഡ്രോ ചെയ്യാനാണ്. പക്ഷേ BP20 വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 0.00048 BTC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ബിറ്റ് കോയിൻ ലൈറ്റ്നിങ് വഴിയാണ് വിഡ്രോ ചെയ്യുന്നത്. വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് ബിറ്റ് കോയിൻ മതി. പക്ഷെ അങ്ങനെ വിഡ്രോ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം നമ്മുടെ ബിറ്റ് കോയിൻ ലൈറ്റ്നിങ് വാലറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മിനിമം വിഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 0 കഴിഞ്ഞിട്ട് 2 അത്ര ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം വിഡ്രോ ചെയ്യാം. മാക്സിമം വിഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4025 ആണ് മാക്സിമം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അത് എത്ര എമൗണ്ട് ഇതിൽ കാണിച്ചു തരാൻ. അപ്പോൾ നമുക്കിവിടെ മാർക്കറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ BTC എടുക്കുക. BTC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മിനിമം എമൗണ്ട് കാണാൻ സാധിക്കും. അതും സോറി ഗൈസ്, നമുക്ക് അത്രയും ചെറിയ എമൗണ്ട് ബിറ്റ് കോയിൻ വാങ്ങാൻ പോലും സാധിക്കും. കാരണം വളരെ ചെറിയ എമൗണ്ടാണ്. സോ നമുക്ക് അതിന്റെ മാക്സിമം എമൗണ്ട് നോക്കാം. അത് ഓൺലി $1.2 ഉള്ളൂ. നെറ്റ്വർക്ക് വഴി മാക്സിമം അയക്കാൻ പറ്റും. $1.2 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 110 രൂപ 107 രൂപയുടെ അടുത്തുള്ളൂ. BP20 വഴിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 0.00048 $29.9. അതായത് ഓൾമോസ്റ്റ് $30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2600 റുപ്പീസിന് അടുത്തായി. അപ്പോൾ അതുകൊണ്ടാണ് BP20 വഴി ഞാൻ വിഡ്രോ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ട്, ആഡ് കാണാനൊക്കെ സമയം, അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ BP20 വഴി മാത്രം വിഡ്രോ ചെയ്യുക. ഇനിയുള്ള ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിഡ്രോയിൽ നടക്കില്ലെന്ന്. വിഡ്രോയിൽ നടക്കുന്നതിന് മാത്രമേ ടൈം സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ. സോ വിഡ്രോ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പം എനിക്ക് മാക്സിമം വിഡ്രോ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ വളരെ കുറച്ചുള്ള എൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് മാക്സിമം ആയിട്ടുള്ള നമ്മുടെ ബിറ്റ് കോയിൻ ലൈറ്റിംഗ് നെറ്റ്വർക്ക് വഴി വിഡ്രോ നോക്കാം. ബിറ്റ് കോയിൻ ലൈറ്റിംഗ് നെറ്റ്വർക്ക് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ലൈറ്റിംഗ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാനുള്ളത് കാണാം. അപ്പോൾ എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബിറ്റ് കോയിൻ ബൈനാൻസിലേക്ക് വരിക. അതിനുശേഷം നമ്മുടെ ബൈനാൻസ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക, സ്പോട്ട് ക്ലിക്ക് ചെയ്യുക, ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ BTC ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബിറ്റ് കോയിനിൽ കുറേ മെത്തേഡ്സ് കാണും. അതിലത്തെ ലൈറ്റിംഗ് നെറ്റ്വർക്ക് കൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ബിറ്റ് കോയിൻ ലൈറ്റിംഗ് നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും എത്ര ബിറ്റ് കോയിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഞാൻ പ്രത്യേകം ഡെഫിനേറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ 0.04025 അത് ഓക്കെ പറഞ്ഞിട്ട് ഫണ്ടിങ് വാലിറ്റിക്കാണ് വരിക. ലൈറ്റിംഗ് നെറ്റ്വർക്കാണ്. ക്രിയേറ്റ് ഇൻവോയ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു QR കോഡും തൊട്ട് താഴെ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. ഈ ഇൻവോയ്സ് നമ്പർ ഞാൻ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക, അലോ പേസ്റ്റ്. എന്നിട്ട് ഞാൻ എത്ര ബിറ്റ് കോയിനാണ് വിഡ്രോ ചെയ്യുന്നത് 0.00025 അവിടെ കൊടുത്ത കറക്റ്റ് എമൗണ്ട് ആയിരിക്കണം. എമൗണ്ട് മാറാൻ പാടില്ല. കാരണം ഇൻവോയ്സ് അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ കൺഫേം ഉണ്ട്. കൺഫേം എടുക്കുമ്പോൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾ എത്ര 4025 ആണ്. ഇവിടെ ഓക്കെ കൺഫേം ചെയ്യാൻ പറഞ്ഞാൽ നന്നായുള്ളൂ. കാരണം ഇവിടെ 402 ഇപ്പോഴാണ് കറക്റ്റ് ആയത്. കുറച്ചു മുന്നേ കറക്റ്റ് എമൗണ്ട് ആയതിന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നടന്നത്. അതായത് ഈ ഒരു ഇൻവോയ്സിന് മുകളിൽ ടൈമർ റണ്ണിങ് കൊണ്ടിരിക്കുന്നത് 1 2 3 4 2 5 ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കൺഫേം കൊടുക്കുക. അവിടെ ആർ യു ഷുവർ എന്ന് ചോദിക്കും. കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം പോവും നമ്മുടെ അടുത്ത്. ഇതേമാതിരി ഇത് വളരെ ചെറിയൊരു എമൗണ്ട് ഉള്ളൂ, $1.2. നിങ്ങളുടെ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ വിഡ്രോയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വന്ന ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മളോട് എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കാണാൻ സാധിക്കും BTC 0.00 അവിടെ BTC ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് നടക്കുമോ ഇല്ല എന്നുള്ളതാണ്. ആക്ച്വലി അതിൽ നിന്ന് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിഡ്രോയിലും പോസിബിൾ ആക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യണം. ഈസി മണി എന്ന് പറഞ്ഞുള്ള സാധനമല്ല. ഇപ്പോൾ ഈ ഒരു ആപ്പ് ചെയ്യുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഇതിൽ കയറിയിട്ട് അവരുടെ അഡ്വർടൈസ്മെന്റ് കാണിക്കും. ആ കാണുന്ന അഡ്വർടൈസ്മെന്റ് കാരണം കമ്പനിക്ക് ഒരു റവന്യൂ ഉണ്ടാവും. ആ റവന്യൂൻ്റെ ഒരു സ്പ്ലിറ്റ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടീമുമായിട്ട് സംസാരിച്ചിട്ട് ഒരു വെബ് ഡിസൈനിങ് കമ്പനിയായിട്ട് നമ്മൾ സംസാരിച്ച് നമ്മുടേതായിട്ട് ഇത്തരത്തിലൊരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിത്തിൻ 1 മന്തിനുള്ളിൽ നമ്മൾ റിലീസ് ചെയ്യും. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്പിൽ നിന്ന് ആഡ് റവന്യൂ കിട്ടുന്ന ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ എക്സ്പെൻസ് ഒഴിവെച്ച് ബാക്കിയുള്ള എല്ലാ ഫണ്ടും നമ്മൾ
പെർ മന്ത് അല്ലെങ്കിൽ പെർ വീക്ക് ബേസിൽ മൊത്തം കൊടുക്കുന്ന തരത്തിലായിരിക്കും നമ്മൾ ആ ആപ്പ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളൊരു 1 മന്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലുകളെല്ലാം ഫോളോ ചെയ്ത് കറക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ റിലീസ് ചെയ്യുന്ന അപ്പം തന്നെ നിങ്ങളുടെ എത്തിക്കാൻ പറ്റും. അത് നല്ലൊരു ഏണിംഗ് മെത്തേഡിലൂടെ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വലി വിഡ്രോവൽ പോസിബിൾ ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ബേസിക്കലി നിങ്ങൾക്ക് BP20 വഴി വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ BP20 വഴി വിഡ്രോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ലൈറ്റ്നിങ് നെറ്റ്വർക്ക് വഴി വിഡ്രോ ചെയ്യാൻ കാണിച്ചു. ഇപ്പോൾ BP20 വഴി വിഡ്രോ ചെയ്യാൻ മാത്രം കോയിൻസ് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ BP20 സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര എമൗണ്ട് വിഡ്രോൽ, അതായത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മിനിമം 3048 നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണം. എനിക്ക് കറന്റ് അത്ര ഇല്ല. സോ നിങ്ങൾ ഇവിടെ ബൈനാൻസിൽ വരിക. ബൈനാൻസിൽ വന്ന് കുറച്ച് മുന്നേ നമ്മൾ ലൈറ്റ്നിങ് എടുത്തില്ല, അതിന് പകരം ഇവിടെ ഡെപ്പോസിറ്റ് ബൈനാൻസ് അല്ല, ബൈനാൻസ് ആയിക്കോട്ടെ, ബൈബിറ്റ് ആയിക്കോട്ടെ, വിഡ്ജറ്റ് ആയിക്കോട്ടെ, മെക്സ് ആയിക്കോട്ടെ, കൂക്കോയിൻ ആയിക്കോട്ടെ, ഏത് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ BTC എടുക്കുക, BTC സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ BTCയിൽ കുറേ അധികം ചെയിൻസ് കാണിക്കും. അപ്പോൾ അതിൽ BP20 എന്ന് നമ്മുടെ ചെയിൻ എടുക്കുക. BP20 ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും മെമോട്ടേക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കോഡ് ഉണ്ടാവും. ആ കോഡ് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലൈറ്റ് നെറ്റ്വർക്കിൽ വരാം. എന്നിട്ട് ഇവിടെ 2 അഡ്രസ് ഉണ്ടാവും, അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ബിറ്റ്കോയിൻ, അതായത് മിനിമം വിഡ്രോ അല്ലെങ്കിൽ എത്ര, അതിനുശേഷം വിഡ്രോ അടിച്ചാൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ വിഡ്രോയിൽ പോസിബിൾ ആണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരു BP20 വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ BP20 വിഡ്രോ ചെയ്യുകയാണ് നല്ലത്. ഞാൻ പറഞ്ഞു ഒരു 1 മന്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിന്റെ ഓൾമോസ്റ്റ് ഇന്റർഫേസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഗൂഗിൾ കൺസോളിന്റെ കുറച്ച് പെർമിഷനും കാര്യങ്ങളും കിട്ടിയാൽ നമുക്ക് ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതിന്റെ കുറച്ച് ടൈമും കൂടി ഒന്ന് നിങ്ങൾ ടൈം എടുത്താൽ നമ്മുടേതായിട്ടുള്ള ഇത്തരത്തിൽ മണി ഏൺ ചെയ്യാനുള്ള ആപ്പ് നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോന്റെ അവസാനമായിട്ട് സ്കിപ്പ് ചെയ്യാത്ത ആൾക്കാർക്ക് ഞാൻ ഗോൾഡൻ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ആഡ് കാണുന്ന സമയത്ത് ആഡ് വരുന്നില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ എമൗണ്ട് ആണ് ആഡ് വരുന്നത്, ഇത്തരത്തിൽ തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു VPN ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് VPN പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു VPN സൂപ്പർ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു VPN ഉണ്ട്. അപ്പോൾ ആ ഒരു VPN ആണ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ലോസ് ആഞ്ചൽസ് ഇടുക. ലോസ് ആഞ്ചൽസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം പെർ ആഡിൽ 6.6 GHz കിട്ടും. അങ്ങനെ നിങ്ങൾ 100 ആഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 600 GHz മൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ BP20 വഴി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് നേടാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇത്തരത്തിൽ മൈൻ ചെയ്തുണ്ടാക്കി ബിറ്റ്കോയിൻ എങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ആക്കണമെന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രിപ്റ്റോസ് P2P ചെയ്തിട്ട് ക്യാഷ് ആക്കാന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് അത് ഡിഫിക്കൽട്ടായി തോന്നുകയാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം മല്ലു ക്രിപ്റ്റോസ് എന്ന ഈ പേജ് ഉണ്ട്. അതിന്റെ ബയോയിൽ പോയി നമ്മുടെ ടെലിഗ്രാമിന്റെ വാട്സപ്പിന്റെ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോന്റെ താഴെ ആ ഒരു ലിങ്ക്സ് കൊടുക്കുക. നിങ്ങൾക്ക് അതുവഴി നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ബിറ്റ്കോയിനോ USDTയോ ഏതുതരം ക്രിപ്റ്റോസ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ബൈ ചെയ്യാനും സാധിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ട്രേഡേഴ്സ്.